ഇലയിൽ വിളമ്പിയ ചോറിലേക്ക് സാമ്പാർ ഒഴിക്കുമ്പോൾ അവളുടെ കൈ തട്ടി സാമ്പാർ കഴിക്കാനിരിക്കുന്നവരുടെ വസ്ത്രത്തിലേക്ക് വീണതും കൂടെ ഇരുന്ന പെൺകുട്ടി എഴുന്നേറ്റ് പിന്നിലേക്ക് തള്ളി. അവൾ പുറകിലേക്ക് വേച്ചുപോയി. മുഖമുയർത്തി പകപ്പോടെ നോക്കി. ക്ഷമിക്കൂ, അറിയാതെ എന്ന് പറഞ്ഞവൾ വേഗം പോയി വൃത്തിയാക്കാനുള്ള തുണി എടുത്തുകൊണ്ട് വന്ന് പച്ചക്കരയുള്ള മുണ്ടിൽ വീണ സാമ്പാറിൻ്റെ അംശം തുടയ്ക്കാൻ ശ്രമിച്ചു. അവൻ എഴുന്നേറ്റ് മുണ്ടൊന്ന് കുടഞ്ഞു. അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കടന്നുപോയി. നോക്കിക്കോ, നിനക്കിനിയും കിട്ടും. ഇതാരെന്നറിയോ? ഇവിടുത്തെ ദേവനങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞ് അയാളുടെ പിന്നാലെ അവളെ പിടിച്ചു തള്ളിയ മീര പോയി. ഈശ്വരി എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നുപോയി. സാരില്ല, അത് വൃത്തിയാക്കിയിടൂ. മുത്തശ്ശിയുടെ വാക്കുകളാണ് അവളെ ഞെട്ടലിൽ നിന്നും മുക്തയാക്കിയത്. ശാന്തമായ വാക്കുകൾ. ഈശ്വരിക്ക് ആശ്വാസം തോന്നി. മുത്തശ്ശി പറഞ്ഞുകൊണ്ട് മാത്രം അവൾ അനുസരിച്ചു. അവൾ വേഗം വൃത്തിയാക്കി വേറെ ഇലയെടുത്ത് വെള്ളം കുടഞ്ഞ് ശ്രദ്ധയോടെ വിളമ്പി വെച്ചിട്ട് അടുക്കളയിലേക്ക് നടന്നു. മീര എപ്പോഴും അങ്ങനെയാണ്. തരം കിട്ടുമ്പോഴൊക്കെ ഉപദ്രവിക്കും. തിരിച്ചു കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല, മുത്തശ്ശി ഓർക്കുമ്പോൾ വേണ്ടെന്ന് വയ്ക്കും. അടുക്കളപ്പടിയിൽ നിന്നും പുറത്തേക്കിറങ്ങിയതും ആനന്ദ് ഒരു കുടം വെള്ളം അവളുടെ തല വഴി കമഴ്ത്തിയിരുന്നു. ഇത് മുമ്പത്തേതിനു പകരം എന്ന് പറഞ്ഞ് നടന്നു പോകുന്നവനെ കാണുകെ അവളിൽ ദേഷ്യവും വിഷമവും നിറഞ്ഞു. അപ്പോഴാണ് മീര അതുവഴി വന്നത്. ഇതെന്താ, ഭ്രാന്തായോ നിനക്ക്? നനഞ്ഞതോടെ നിൽക്കുന്ന ഈശ്വരിയെ കണ്ട് മീര കളിയാക്കി ചോദിച്ചു. അവൾ മറുപടി പറയാതെ മുറിയിലേക്ക് പോയി വേഗം വസ്ത്രം മാറി നനഞ്ഞ മുടി ഉണങ്ങാനായി അഴിച്ചിട്ടു. മറഞ്ഞിരുന്ന് മറ്റൊരു കൺകൾ അവളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും അറിയാതെ അവൾ പതിവ് പോലെ മുത്തശ്ശിയെ ചുറ്റിപ്പറ്റി നിന്നു. കോളേജിലേക്ക് ഇന്നൊരു ദിവസം അവധിയെടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ് പോകാഞ്ഞത്. പോയാൽ മതിയായിരുന്നു. പിറ്റേ ദിവസം അവൾ കോളേജിൽ പോകാനിറങ്ങി. കോട്ടും സ്യൂട്ടും അണിഞ്ഞ് ബാഗും എടുത്ത് വരുന്നവളെ കണ്ടതും പവി അവളുടെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും പണിക്ക് വരുന്ന രാഗിണിയമ്മ എത്തിയിരുന്നു. അവരോട് സംസാരിക്കാനെന്ന വ്യാജേന് അവൾ വേഗം മുറ്റത്തേക്ക് ചാടിയിറങ്ങി. വേഗം ഇറങ്ങിയില്ലെങ്കിൽ പവിയേട്ടനും എന്തെങ്കിലും കാരണം പറഞ്ഞ് വണ്ടിയിൽ കയറും എന്നവൾക്കറിയാമായിരുന്നു. അവൾ രാഗിണിയമ്മയോട് കുശലം ചോദിച്ചിട്ട് വേഗം സ്കൂട്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. തിരിഞ്ഞു നോക്കാതെ വണ്ടി വിട്ടു. ആര്യങ്കാട്ട് തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലെ നാഗപൂജയ്ക്കെത്തിയതാണ് ബന്ധുക്കളെല്ലാം. മുത്തശ്ശി അംബുജവും അകന്ന ബന്ധുവായ ഈശ്വരിയും മാത്രമേ തറവാട്ടിൽ താമസമുള്ളൂ. പഠന സൗകര്യത്തിനായിട്ടാണ് ഇവിടെ മുത്തശ്ശിയോടൊപ്പം താമസം തുടങ്ങിയത്. മെറിറ്റിൽ MBAക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ ദൂരെയാണെന്ന് അച്ഛനും അമ്മയും വിഷമിച്ചപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത് ഇവിടെ നിന്ന് പഠിക്കട്ടെ എന്ന്. മുത്തശ്ശിക്ക് 3 മക്കളാണ്. രാഘവേന്ദ്രൻ, ഇന്ദിര, ദേവൻ. അതിൽ രാഘവേന്ദ്രനും ഭാര്യ രാജിയും മകൻ പവിയും എല്ലാ മാസവും വന്ന് 2 ദിവസം നിന്നിട്ട് പോകും. പവി എഞ്ചിനീയറാണ്. 30 വയസ്സായിട്ടും പവിയുടെ വിവാഹമൊന്നും ശരിയായില്ല. കണിയാരെ കൊണ്ട് നോക്കിച്ചപ്പോൾ നാഗദോഷമുണ്ടെന്ന് പരിഹാരക്രിയകൾ ചെയ്യണമെന്നും പറഞ്ഞതിനാണ് ഈ പൂജ. കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നത് മറ്റൊരു കാര്യം. കൂടാതെ കുടുംബത്തിലെ എല്ലാവരും വരണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരെയും വിളിപ്പിച്ചത്. ഇന്ദ്രയും ഭർത്താവ് മോഹനും മകൾ മീരയും തറവാട്ട് വക സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുകയാണ്. ദേവനും കുടുംബവും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് തറവാട്ടിലെത്തുന്നത്. കുടുംബ പ്രശ്നം എന്തോ ഉണ്ടായപ്പോൾ ഭാര്യ ഭാനുവിനോടൊപ്പം 15 വയസ്സുള്ള ആനന്ദിനെയും കൊണ്ടിറങ്ങിയതാണ് തറവാടിൻ്റെ പടികൾ. പിന്നെ 12 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഈ തിരിച്ചുവരവ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പൂജയാണ്. പൂജയുടെ ഒരുക്കങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. ബന്ധുക്കൾ ഇടയ്ക്ക് വന്നു പോകുന്നത് കൊണ്ട് ഈശ്വരി മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി. അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ പുറത്തിറങ്ങൂ. പ്രത്യേകിച്ച് അയാളുടെ മുൻപിൽ പെടാതെ ഇരിക്കണം. കാരണം ചെറുപ്പത്തിലെ ദേഷ്യം മനസ്സിലുണ്ടാകും. ഉത്സവത്തിന് എല്ലാവരും തറവാട്ടിൽ ഒത്തുകൂടാറുണ്ടായിരുന്നു. ആനന്ദേട്ടൻ നല്ല വഴക്കാളിയായിരുന്നു. ഒരിക്കൽ രാത്രി മീരയെ മുകളിലത്തെ മുറിയിലിട്ട് ആനന്ദേട്ടൻ പൂട്ടിയിട്ട് ഞാനാണ് പൂട്ടിയത് എന്ന് പറഞ്ഞു. എല്ലാവരിൽ നിന്നും വഴക്ക് കിട്ടിയ ദേഷ്യത്തിൽ തക്കം കിട്ടിയപ്പോൾ ആനന്ദേട്ടൻ്റെ മഞ്ചാടി ശേഖരിച്ചു വെച്ച ഭരണി ഞാനെടുത്ത് കുളത്തിലിട്ടതിന് എൻ്റെ ജിമിക്ക് കമ്മൽ അടിച്ചു പൊട്ടിച്ചതാണ്. ഞാനത് എല്ലാവരോടും പറഞ്ഞു. ആനന്ദേട്ടന് നല്ല അടിയും കിട്ടിയതാണ്. ആ ദേഷ്യം കാണും. അതുകൊണ്ടല്ലേ ഇത്ര വർഷം കഴിഞ്ഞ് കണ്ടിട്ടും ഇത്ര ദേഷ്യം. മുൻപിൽ പെട്ടുപോയെങ്കിൽ മീരയും ആനന്ദും എന്തെങ്കിലും പണി കൊടുക്കും. അവസരം കിട്ടുമ്പോൾ തിരിച്ചും പണി കൊടുക്കും. തറവാട്ടിൽ ആളുകൾ കൂടുതലുള്ളതുകൊണ്ട് രാഗിണിയമ്മയോട് തറവാട്ടിൽ താമസിക്കാൻ പറഞ്ഞു. രാവിലെ അടുക്കളയിൽ ചെന്ന് എന്തെങ്കിലും സഹായിച്ചു കൊടുക്കും. ഒരൊറ്റ എണ്ണം അടുക്കള ഭാഗത്തേക്ക് എത്തി നോക്കില്ല. പൂജ തുടങ്ങുന്ന ദിവസമാണ് ആനന്ദിൻ്റെ അമ്മ ഭാനു അവരുടെ തറവാട്ടിൽ നിന്ന് വന്നത്. അവരും കൂടി വന്നപ്പോഴാണ് തറവാട് ഒന്നുണർന്നത്. വേഗം എല്ലാവരുമായി അടുക്കുന്ന സ്വഭാവമായതുകൊണ്ട് ഈശ്വരിയുമായും അടുത്തു. രാവിലെ കുളിച്ച് എല്ലാവരും അമ്പലത്തിൽ പോകുമ്പോൾ ഈശ്വരിയെയും കൂട്ടും.
പൂജ നടക്കുന്ന ഒരാഴ്ച അവധിയെടുക്കാൻ മുത്തശ്ശി പ്രത്യേകം പറഞ്ഞിരുന്നു. അവൾക്ക് അനുസരിക്കാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അവളുടെ അച്ഛനെയും അമ്മയെയും കൂടി ക്ഷണിച്ചിരുന്നു. അവർ തലേ ദിവസം തന്നെ തറവാട്ടിലെത്തിയിരുന്നു. കാവിൽ കളം വരയ്ക്കാനും വൃത്തിയാക്കാനും എല്ലാവരും ഒപ്പം കൂടി. 3-4 ദിവസം ശരിക്കും ആഘോഷമായിരുന്നു. ബന്ധുക്കളും കുട്ടികളും കൊണ്ട് തറവാട് നിറഞ്ഞു. കുട്ടികൾക്കൊപ്പം കൂടി സമയം പോയതറിഞ്ഞില്ല. ആനന്ദ് അവളുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശി എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ എടുത്തപ്പോൾ തനിക്കും 2 സാരി എടുത്ത് തന്നത് അമ്മയെ കാണിച്ചു. ഇതുവരെ സാരി ഉടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഉടുക്കുന്നതിൻ്റെ പരിഭ്രമം ഉണ്ടായിരുന്നു. ഭാനുവമ്മ എല്ലാവർക്കും സാരി ഉടുത്ത് തരാമെന്ന് പറഞ്ഞു എന്ന് മീര വന്ന് പറഞ്ഞപ്പോൾ ഉടുക്കാനുള്ള സാരിയും എടുത്ത് മുകളിലത്തെ മുറിയിൽ പോയി. മുറിയിൽ കയറിയപ്പോൾ അവിടെ പവി നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആരോ കതക് പുറത്തുനിന്ന് പൂട്ടുന്ന ശബ്ദം കേട്ടു. എന്താ, ഭാനുവമ്മ എവിടെ? ഉള്ളിലുള്ള ഭയം പുറത്ത് കാണിക്കാതെ ചോദിച്ചു. അവൾ കതകിൽ ആഞ്ഞടിച്ചു. വാതിൽ തുറക്ക്, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അവൾ ഉറക്കെ കരഞ്ഞു. സാരമില്ലടോ, ഞാൻ ആ മീരയോട് പറഞ്ഞത് എനിക്ക് ഈശ്വരയോട് തനിച്ച് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി തരണമെന്ന്. വാ, എനിക്ക് തന്നെ എത്ര ഇഷ്ടമാണെന്നറിയോ എന്ന് പറഞ്ഞ് പവി അവളുടെ അടുത്തേക്ക് വന്നു. കതകകത്തു നിന്നും കുറ്റിയിട്ടു. ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അവൾ ഉറക്കെ നിലവിളിച്ചു. ഈ സമയം മീര വന്ന് പുറത്തെ കുറ്റി തുറന്നു വെച്ചു. മീര താഴെ ചെന്ന് എല്ലാവരെയും വിളിച്ചുകൊണ്ട് വന്നു. ഭാനുവമ്മ വന്ന് വാതിലിൽ മുട്ടി വിളിച്ചു. പുറത്തെല്ലാവരും വന്ന് കാണുമെന്ന് പവിക്കറിയാമായിരുന്നു. അവൻ ഒരു വിധത്തിൽ നടന്ന് വാതിലിനരികിലെത്തി. അവൻ വാതിൽ തുറക്കുന്നത് കണ്ട് ആനന്ദ് ഞെട്ടി. തൊട്ടുപുറകിലായി കരഞ്ഞുകൊണ്ട് സാരി പുതച്ച് നിൽക്കുന്നവളെ കണ്ടതും അവൻ ധരിച്ചു നിന്നു. അവൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാണ് വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. പവിയേട്ടൻ എങ്ങനെ അകത്ത് കയറി? അവനാകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ഹോ, അപ്പോൾ ഇതുകൊണ്ടാണ് വരുന്ന ആലോചനയെല്ലാം നീ മുടക്കിക്കൊണ്ടിരുന്നത്. കുടുംബത്തിന് നാണക്കേട് ഉണ്ടാക്കിയല്ലോ നീ. പവിയുടെ അമ്മ അവനെ തല്ലി. ഈശ്വരിയുടെ അമ്മ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ പൊതിഞ്ഞു പിടിച്ചു. മോള് പറ, എന്താ ഉണ്ടായത്? അമ്മ ചോദിച്ചു. അമ്മ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഭാനുവമ്മ സാരി എടുത്ത് തരുമെന്ന് മീര പറഞ്ഞിട്ടാ ഞാൻ സാരി എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ അകത്ത് കയറിയപ്പോൾ പുറത്തു നിന്ന് ആരോ പൂട്ടി. പവിയേട്ടന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാൻ ശ്രമിച്ചു. ഞാൻ നല്ലത് കൊടുത്തിട്ടുണ്ട്, ഞാൻ ദേഷ്യത്തോടെ പറഞ്ഞു. എല്ലാവരും അറിഞ്ഞപ്പോൾ കാല് മാറുന്നോടി? പവി ഉറക്കെ ചോദിച്ചു. മതി, നിർത്ത്. മോളെ വിളിച്ചോണ്ട് താഴെ ചെല്ല്. നാളെ പകൽ ഇതിനൊരു തീരുമാനം എടുക്കാം. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞുപോയി. എല്ലാവരും അമ്പലത്തിൽ പോയി. ഈശ്വരിയും അമ്മയും അച്ഛനും മാത്രം പോയില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ഈശ്വരി അച്ഛനും അമ്മയ്ക്കും ഒപ്പം വീട്ടിലേക്ക് പോയി. ആരോടും യാത്ര പറയാൻ നിന്നില്ല. പക്ഷേ രാത്രിയിലെ സംഭവം നാട് നീളെ അറിഞ്ഞു. പിന്നെ ഞാൻ തറവാട്ടിലേക്ക് പോയതേയില്ല. ഹോസ്റ്റലിൽ നിന്ന് കോളേജിൽ പോയി വന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുമ്പോൾ രാഗിണിയമ്മയെ കാണാറുണ്ട്. പൂജ കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം തിരിച്ചുപോയി. രാഘവേന്ദ്രനങ്കിളും കുടുംബവും ജോലിസ്ഥലത്തേക്ക് മടങ്ങി. ദേവനങ്കിൾ ഇനി മടങ്ങിപ്പോകുന്നില്ല. തറവാട്ടിൽ തന്നെ കൂടാനാണ് തീരുമാനമെന്ന് പറഞ്ഞു. മുത്തശ്ശിയെ മാത്രം അന്വേഷണം അറിയിച്ചാൽ മതിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. 2-3 മാസം കടന്നുപോയി. ഇടയ്ക്ക് ആനന്ദേട്ടനെ പല സ്ഥലങ്ങളിൽ കണ്ടെങ്കിലും എന്തോ പോയി മിണ്ടാൻ മടിയായിരുന്നു. എന്നെക്കുറിച്ച് മനസ്സിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും എന്നോർത്ത് ശത്രുക്കളെപ്പോലെ പരസ്പരം പാരവണിയുമെങ്കിലും എപ്പോഴോ ഒരിഷ്ടം മനസ്സിൽ തോന്നി തുടങ്ങിയിരുന്നു. പവിയേട്ടൻ്റെ ആലോചനയുമായി അവർ വീട്ടിൽ ചെന്നിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു. വേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ സമാധാനമായി. MBA പൂർത്തിയാക്കി. റിസൾട്ട് വരുന്നതുവരെ വീട്ടിലിരുന്ന് ബോറടിക്കണ്ട എന്ന് കരുതി ഒരു ഹോസ്പിറ്റലിൻ്റെ HR പോസ്റ്റിലേക്ക് വെറുതെ ഒരു അപേക്ഷ അയച്ചു. 1 മാസം കഴിഞ്ഞാണ് ഇൻ്റർവ്യൂവിന് വിളിച്ചത്. അപ്പോഴേക്കും റിസൾട്ട് വന്നിരുന്നു. വീട്ടിൽ നിന്ന് പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ജോലി കിട്ടാനായി അമ്മയുടെ വക കുറേ നേർച്ചയുണ്ട്. 1 മാസം കഴിഞ്ഞ് ജോയിനിങ് ലെറ്റർ വന്നു. ജോയിൻ ലെറ്റർ കിട്ടിയപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ആദ്യമായിട്ട് കിട്ടുന്ന ജോലി. അമ്മ പറഞ്ഞ നേർച്ചയൊക്കെ ഓടി നടന്ന് ചെയ്തു ഒത്തിരി ഉത്സാഹത്തോടെ. പോകേണ്ട ദിവസം രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അമ്മയുടെയും അച്ഛൻ്റെയും കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. ആദ്യത്തെ ദിവസമായതുകൊണ്ട് അച്ഛനും കൂടെ വരാമെന്ന് പറഞ്ഞു. അച്ഛൻ സ്കൂട്ടിയിൽ കയറിയിരുന്നു. അമ്മയോട് യാത്ര പറഞ്ഞ് ഞാൻ പുറകിൽ കയറിയിരുന്നു. അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. സന്തോഷം കൊണ്ടാവും. അച്ഛൻ ഹോസ്പിറ്റലിൽ കൂടെ വന്നു. വാ, ഇവിടെ ഒരാളുണ്ട് എന്ന് പറഞ്ഞ് OPയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഒരു മുറിയുടെ മുൻപിൽ പോയി കതകിൽ മുട്ടി. വെറുതെ മുഖമുയർത്തി നോക്കി. ഡോക്ടർ ആനന്ദ് ദേവ്. നെയിം ബോർഡ് കണ്ടപ്പോഴേ ബോധക്കേട് തോന്നിയെങ്കിലും പിടിച്ചു നിന്നു. എൻ്റെ നിൽപ്പ് കണ്ടാവണം അച്ഛൻ മാത്രം അകത്ത് കയറി സംസാരിച്ചിട്ട് വന്നു. എന്താ സംസാരിച്ചത്?
എന്ന് അച്ഛൻ പറഞ്ഞതുമില്ല. ഞാൻ ചോദിച്ചതുമില്ല. അച്ഛൻ തിരിച്ചുപോയി. രാവിലെ എന്തുത്സാഹമായിരുന്നു ജോലിക്ക് വന്ന് ജോയിൻ ചെയ്യാൻ. പക്ഷേ ആനന്ദേട്ടൻ ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ തൊട്ട് എന്തോ ഒരസ്വസ്ഥത, വല്ലാത്ത വീർപ്പുമുട്ടൽ. എന്നോ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഇഷ്ടം പുറത്തേക്ക് വരുമോ എന്ന് ഭയം. മുൻപിൽ പെടാതെ കറങ്ങി നടന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് വലിയ ജോലിയില്ലായിരുന്നു. എല്ലാം പറഞ്ഞു തരാൻ അവിടുത്തെ തന്നെ സ്റ്റാഫിനെ ഏർപ്പാടാക്കിയിരുന്നു. നന്ദന ഒരു കൂട്ടുകാരിയെ കിട്ടി. ദിവസങ്ങൾ കടന്നുപോയെങ്കിലും കഴിവതും ആനന്ദേട്ടൻ്റെ മുൻപിൽ പെടാതെ കഴിഞ്ഞുകൂട്ടി. ഒരു സെമിനാറിൻ്റെ വിവരം ധരിപ്പിക്കാനായി എല്ലാ ഡോക്ടറുടെ അടുത്ത് ചെന്ന് വിവരം പറയേണ്ട ചുമതല എനിക്കായിരുന്നു. എല്ലാ വിവരങ്ങളും ഒരു നോട്ടീസാക്കി ഓരോ ഡോക്ടേഴ്സിനെയും പ്രത്യേകം കാണിക്കാൻ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഡോക്ടറിൻ്റെയും മുറിയിൽ കയറി നോട്ടീസ് നൽകി ക്ഷണിച്ചു. അവസാനം ആനന്ദേട്ടൻ്റെ മുറിയുടെ മുൻപിലെത്തിയപ്പോൾ കുറച്ചുനേരം എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. രണ്ടും കൽപ്പിച്ച് കതകിൽ കൊട്ടി. നേഴ്സ് വന്ന് വാതിൽ തുറന്നു. സെമിനാറിന് ഡോക്ടർ സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് ആനന്ദേട്ടന് നേരെ നീട്ടി. എന്നെ മുഖം ഉയർത്തി നോക്കി പുഞ്ചിരിച്ചു. എന്തോ തിരിച്ചു പുഞ്ചിരിക്കാൻ തോന്നിയില്ല. ഞാൻ ഗൗരവത്തിൽ തന്നെ നിന്നു. ശരി, വരാമെന്ന് പറഞ്ഞ് നോട്ടീസ് വാങ്ങിയതും താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ഞാൻ മുറിയിൽ നിന്നും വെളിയിലിറങ്ങി. പിന്നെ അവിടെയുള്ള എല്ലാ ഡോക്ടേഴ്സിനും നോട്ടീസ് നൽകിയിട്ട് ഞാൻ എൻ്റെ ക്യാബിനിലേക്ക് പോയിരുന്നു. പിറ്റേ ദിവസം നേരത്തെ വന്നു സെമിനാർ ഹാൾ അറേഞ്ച് ചെയ്തു. സെമിനാറിന് ഡോക്ടേഴ്സിനെ ക്ഷണിക്കേണ്ട ചുമതല എനിക്കായിരുന്നു. ഏറ്റവും മുമ്പിൽ നിന്ന് സ്വാഗത പ്രസംഗം ചെയ്യുന്നതിനിടയിലും കണ്ണുകൾ അറിയാതെ അരികിൽ ചെല്ലുമ്പോൾ കണ്ടു ആ മിഴികൾ എന്നിൽ തറഞ്ഞു നിൽക്കുന്നത്. ശ്രദ്ധ തെറ്റുമെന്ന് തോന്നിയപ്പോൾ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നോക്കാൻ പോയില്ല. എല്ലാ ഡോക്ടറുടെ അഭിപ്രായം പ്രസൻറ്റ് ചെയ്യുന്നതും എല്ലാം നോക്കിയിരുന്നു. ആനന്ദേട്ടൻ അവസാനമാണ് പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടത്. എത്ര മനോഹരമായി പ്രസൻറ്റ് ചെയ്യുന്നത് നോക്കിയിരുന്നു പോയി. കയ്യടി ശബ്ദം ഉയർന്നു കേട്ടപ്പോഴാണ് ഇത്രയും നേരം ഞാൻ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുകയാണ് എന്ന് മനസ്സിലായത്. ആകെ ഒരു ചമ്മൽ തോന്നി. സെമിനാർ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ താമസിച്ചിരുന്നു. നല്ല മഴയും. മഴ കുറയുമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ തന്നെ നിന്നു. ആനന്ദേട്ടൻ ഇറങ്ങാൻ നേരമാണ് ഞാൻ നിൽക്കുന്നത് കണ്ടത്. ഇന്നെന്താ ഓടി ഒളിക്കാൻ സമയം കിട്ടിയില്ലേ? കളിയാക്കിയാണ് ചോദിച്ചത്. ഇല്ല, ഞാൻ മഴ ആയതുകൊണ്ടാണ്. മഴ കുറയാൻ നോക്കി നിൽക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞുകൊണ്ട് മഴയെ നോക്കി നിന്നു. വാ, ഞാൻ കൊണ്ടുവിടാം, ആനന്ദേട്ടൻ പറഞ്ഞു. ഇല്ല, സാർ പോയിക്കോളൂ. ഞാൻ എടുത്തടിച്ചതുപോലെ പറഞ്ഞതുകൊണ്ടാകണം. മുഖത്തെ തെളിച്ചം മങ്ങിയത് കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിന്നു. പോകാതെ നിൽക്കുന്നത് കണ്ട് ഞാൻ റെയിൻകോട്ട് എടുത്തിട്ട് സ്കൂട്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീടെത്തും വരെ ആനന്ദേട്ടൻ്റെ വണ്ടി തൊട്ടു പുറകിലുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഒളിച്ചു കളിയും തുടർന്നു. ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ആനന്ദേട്ടൻ്റെ കാർ മുറ്റത്ത് കിടക്കുന്നത് കണ്ടു. നെഞ്ചിലൂടെ മിന്നൽ പിണർ കടന്നു പോകുന്നത് പോലെ. അകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും ഉണ്ട്. മീരയും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഭാനു അമ്മയും ദേവനങ്ങളും എല്ലാവരെയും കണ്ട് ഞാൻ ഞെട്ടി. മീര എൻ്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിച്ചു. മീരയുടെ മറവിൽ നിന്ന് പവിയേട്ടൻ തെറ്റെല്ലാം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു. തെറ്റാര് ചെയ്താലും തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കണം. എനിക്ക് നിർബന്ധമാണ്. അവൻ നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം ശിക്ഷിച്ചു. ആക്സിഡൻറ്റിൽ അവൻ്റെ കാല് നഷ്ടമായി. മീരയുടെ വിവാഹമാണ് തറവാട്ടിൽ വെച്ച്. ഉറപ്പായും വരണം, ഈ മുത്തശ്ശിക്ക് വേണ്ടി. മുത്തശ്ശി ഒരു അപേക്ഷയോടെ പറയുന്നത് കേട്ട് അവൾ അമ്മയെ നോക്കി. ഞങ്ങൾ വരാം, അമ്മയാണ് മറുപടി പറഞ്ഞത്. 1 മാസം കഴിഞ്ഞായിരുന്നു വിവാഹം. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ചെന്നു. തറവാട്ടുമുറ്റത്തായിരുന്നു പന്തലിട്ടിരുന്നത്. രാഗിണിയമ്മ ഓടി വന്ന് സംസാരിച്ചു. ബന്ധുക്കളെല്ലാവരും സത്യം അറിഞ്ഞതുകൊണ്ട് ആരും അവളെ നോക്കി മുഖം തിരിച്ചില്ല. താലികെട്ട് കഴിഞ്ഞു. ഇപ്പോഴും പവിയേട്ടനോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെന്ന് സംസാരിച്ചില്ല. മീരയും ഭർത്താവും തറവാട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ നിന്നു. ആനന്ദേട്ടനെ ചുറ്റും തിരഞ്ഞിട്ടും കണ്ടില്ല. എവിടെ പോയിന്ന് ചുറ്റും നോക്കുന്നവളെ അവൻ കാണുന്നുണ്ടായിരുന്നു. ഊണ് കഴിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ തേടിക്കൊണ്ടിരുന്നു. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങുന്നത് വരെ അവൾ ചുറ്റും നോക്കി. അവസാനം നിരാശയോടെ നിൽക്കുന്നവളെ മുൻപിൽ കുസൃതി ചിരിയോടെ അവൻ നിന്നു. എന്നെയാണോ ഈ 3 മണിക്കൂർ തിരഞ്ഞത്? ഞാൻ കാണുന്നുണ്ടായിരുന്നു. തൊട്ടു മുന്നിൽ നിന്ന് ശബ്ദം താഴ്ത്തി പറയുന്നവനെ നോക്കാൻ മടി തോന്നി. അല്ല, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. മോളെ നിന്നെ, ആനന്ദ് കൊണ്ടുവിടും, മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് നിന്നു. ആനന്ദേട്ടൻ വീട്ടിൽ കൊണ്ടുവിട്ടു. കുറച്ചു നേരം അച്ഛനോട് സംസാരിച്ചിരുന്നിട്ടാണ് പോയത്. ആനന്ദിന് നിന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവന് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ പവിയുടെ കാല് തല്ലി ഓടിച്ചത്. എനിക്ക് ചെയ്യാൻ കഴിയാഞ്ഞത് അവൻ ചെയ്തു. അച്ഛൻ പറഞ്ഞത് കേട്ട് വിശ്വസിക്കാനാവാതെ നിന്നു. ശരിക്കും? ഞാൻ ചോദിച്ചു. എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് സ്കൂട്ടി എടുത്തിറങ്ങി. മനസ്സ് വേഗം അരികിലെത്താൻ കൊതിക്കുകയായിരുന്നു.
തറവാട്ടിലേക്ക് ചെന്നു. എന്നെ കണ്ടതും ആനന്ദേട്ടൻ ഇറങ്ങി വന്നു. എന്തുപറ്റി? എന്തേലും മറന്നോ? കുസൃതിയോടെ ചോദിച്ചു. എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞതും ആളെൻ്റെ പുറകിൽ കയറിയിരുന്നു. എന്നാൽ ഇന്ന് തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചേക്കാം. വണ്ടി വിട്ടോ എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി തിരിച്ചു. തറവാട്ടിലെ കുളത്തിനരികിലേക്ക് വണ്ടി ഓടിച്ചു. കുളത്തിലെ പടവുകളിൽ ഇരിക്കുമ്പോഴും മൗനം തുടർന്നു. ഇതാ 14 വർഷം ഹൃദയത്തിൽ കൊണ്ടു നടന്ന പ്രണയത്തിന്. കയ്യിലെ കുഞ്ഞു പൊതി അഴിച്ച് കയ്യിൽ വെച്ച് തന്നു. ഒരു ജോഡി ജിമിക്കി കമ്മൽ. അന്ന് തല്ലി പൊട്ടിച്ചതിന് പകരം. നാട്ടിൽ നിന്ന് പോയതിൽ പിന്നെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 12 വർഷം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വരുമ്പോൾ എൻ്റെ പ്രണയ സമ്മാനമായി നിനക്ക് തരാനായി കാത്തുവെച്ചതാണ്. പക്ഷെ എന്തോ തുറന്നു പറയാൻ തോന്നിയില്ല. മീരയുടെ കൂടെ ചേർന്ന് നിന്നെ ചൊടിപ്പിക്കുമ്പോഴും ചെറിയ പിണക്കങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. പക്ഷേ ചെറിയ കുസൃതിയിൽ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ ശരിക്കും തകർന്നു പോയിരുന്നു. പിന്നെ നിന്റെ നിഴലായി കൂടെ ഉണ്ടായിരുന്നു. എനിക്കറിയാം എന്നോടുള്ള ദേഷ്യത്തിലാണ് ഇന്നും ജിമിക്കി കമ്മൽ അണിയാത്തത് എന്ന് പറഞ്ഞ് കാതിലെ കുഞ്ഞു മുട്ടുകമ്മൽ അഴിച്ചെടുത്തു. ജിമിക്കി കമ്മൽ ഇട്ടുകൊടുത്തപ്പോഴേക്ക് നാണം കൊണ്ട് കവിൾ ചുവന്ന് തുടുത്തിരുന്നു. എൻ്റെ ജിമിക്കി പെണ്ണിനെ താലി കെട്ടി സ്വന്തമാക്കാൻ മുമ്പേ പരിഭവങ്ങൾ പറഞ്ഞു തീർക്കാൻ നെറുകയിൽ കുഞ്ഞു ചുംബനം നൽകി. അവൾ ആ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. 2 വീട്ടുകാരുടെ അനുഗ്രഹത്തോടെ താലി ചാർത്തി സ്വന്തമാക്കി തറവാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ജിമിക്കി പെണ്ണിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.